ഹായ്, ഞാൻ അമൽജിത്ത് ജോർജ് ആൻഡ് യു ആർ ഓൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങളും പിന്നെ കുറേ നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു. കൂടുതൽ പേരും കഴിഞ്ഞ വീഡിയോയുടെ ലെങ്ത്താണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് പറഞ്ഞത്. ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആകുമ്പോൾ എനിക്കങ്ങ് ലെങ്ത് അധികം കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും മാക്സിമം ഇനി ചെറിയ വീഡിയോസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമുക്ക് എങ്ങനെ നല്ലൊരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് നല്ല റെഫറൻസ് ഇമേജ് കണ്ടെത്താമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെങ്ങനെ നല്ലൊരു റെഫറൻസ് ചിത്രം വരയ്ക്കാമെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അതിനായിട്ട് നമുക്ക് ടൊവിനോ അച്ചായൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു റെഫറൻസ് ഇമേജ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. ഒരു ചിത്രത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി എല്ലാം ഇരിക്കുന്നത് അതിൻ്റെ ഒരു റെഫറൻസ് ഇമേജിൽ എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചായിരിക്കും. പലപ്പോഴും ഒരു മോശം റെഫറൻസാണ് നമ്മളെടുത്ത് വരയ്ക്കാൻ നോക്കുന്നതെങ്കിൽ നമ്മുടെ ചിത്രവും അതനുസരിച്ച് ആ ഒരു ക്വാളിറ്റി എത്തിയെന്ന് വരില്ല. അതേസമയം ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല റെഫറൻസ് കിട്ടാനില്ല, അല്ലെങ്കിൽ ആരെ വരയ്ക്കണം എന്നുള്ള ആ ഒരു ഡൗട്ടിലാണ് പലരും നിന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രധാന ഫോക്കസ് എന്നത് നമുക്ക് കിട്ടുന്ന ഈ ഒരു റെഫറൻസ് പിക്ചർ അത് ഏത് കാറ്റഗറിക്കാണ് കൂടുതൽ ചേരുക എന്ന് തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയാണ്. കാറ്റഗറി എന്ന് പറയുമ്പോൾ ചാർക്കോൾ ഉണ്ട്, പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, പെൻസിൽ കളേഴ്സ് ഉണ്ട്, അതെല്ലാം ഒരുപാട് മേഖലകൾ വേറെയുണ്ട് കളേഴ്സിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ചിത്രം ഏതാണെന്ന് നമുക്ക് നൈസായിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റണം. ഒന്നാമതായിട്ട് അബ്സല്യൂട്ട് ബ്ലാക്ക്സ്. അതിപ്പോൾ നമ്മുടെ റെഫറൻസ് ചിത്രത്തിൽ നല്ല ഡാർക്കായ നല്ല ബ്ലാക്കായ ലൈറ്റ് ഒട്ടും വീഴാത്ത ചില ഭാഗങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ വളരെ ഡാർക്കായിരിക്കും പലപ്പോഴും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുടിയിഴകളുടെ ഇടയിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ തുറന്നു പിടിച്ചിരിക്കുന്ന വായിലായിരിക്കാം. അങ്ങനെ ലൈറ്റ് ഒട്ടും വീഴാത്ത ഭാഗങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ ചിത്രത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാർട്സാണ് അബ്സല്യൂട്ട് ബ്ലാക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാർട്സ് ഒരുപാടുള്ള ഒരു ചിത്രമാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മീഡിയം ചാർക്കോൾ ഉപയോഗിക്കുന്നതായിരിക്കും. കാരണം ചാർക്കോൾ കൂടുതലും ഡാർക്ക് മീഡിയത്തിലുള്ള ചിത്രങ്ങളെയാണ് കൂടുതലായിട്ടും അക്സെപ്റ്റ് ചെയ്യാം. അതേസമയം പെൻസിലിന് ഞാൻ ഈ പറഞ്ഞതിനകത്തുള്ള ഈ ഒരു റേഞ്ചിൽ ഒരു അല്പം ഭാഗം മാത്രമേ പെൻസിലിന് എത്തിക്കാൻ പറ്റുള്ളൂ. ഇനി ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ്സ് എന്നതാണ് രണ്ടാമത്തെ വിഭാഗം. ഉദാഹരണത്തിന് എൻ്റെ ഈ ഒരു പോസിൽ ഈ ഒരു ടോപ്പിൽ നിന്ന് ഉള്ളൊരു ഭാഗം, അതായത് എൻ്റെ ഫേസിൻ്റെ ഈ ഒരു ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിരിക്കും, അവിടെയാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അതേസമയം എൻ്റെ ഈ ഒരു താടിയുടെ ഭാഗം എന്ന് വെച്ചാൽ ബോട്ടം പാർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആയിരിക്കും എല്ലാം ഡാർക്കും അല്ലെങ്കിൽ ഷാഡോസ് എല്ലാം ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്കായിട്ടുള്ള ഒരു റീജിയൻ, അതായത് ലൈറ്റ് ഏറ്റവും കുറവ് വീഴുന്ന നിഴലുകൾ ഉണ്ടാകുന്ന ആ ഒരു റീജിയനെ ഷാഡോസ് എന്നതായിട്ടും, അതേസമയം ലൈറ്റ് വന്ന് വീഴുന്ന നന്നായിട്ട് തെളിച്ചം കൂടുതലുള്ള ആ ഒരു റീജിയനെ ഹൈലൈറ്റ്സ് ആയിട്ടുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഉണ്ടാകുന്ന സർട്ടൺ ടേംസ് ആണ് എപ്പോഴും കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, ഇതെല്ലാം. അപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലുള്ളൊരു ഇമേജ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഹൈലൈറ്റ്സ് വല്ലാതെ കൂടുതലായിരിക്കും. അതായത് എൻ്റയർ ചിത്രത്തിൽ ഒരുപാട് ലൈറ്റ് നല്ല കൂടുതലായതുകൊണ്ട് ഹൈലൈറ്റ്സിനായിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ, ഷാഡോ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതേസമയം ബ്രൈറ്റ്നസ് കുറഞ്ഞ ഒരു ഇമേജ് ആണെങ്കിൽ അതിൻ്റെ ഷാഡോസിനായിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ. അതേസമയം ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഒരു ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ ചിത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഷാഡോസ്, ഹൈലൈറ്റ്സ്, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പാകത്തിനാണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇനി അതേപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള വേറൊരു ടേമാണ് കോൺട്രാസ്റ്റ്. ഇപ്പോൾ ഈ ഷാഡോസും ഹൈലൈറ്റ്സും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ വളരെ കോൺട്രാസ്റ്റ് കുറഞ്ഞൊരു ചിത്രമാണെങ്കിൽ നമുക്ക് ഈ ഷാഡോസ്, ഹൈലൈറ്റ്സ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം കോൺട്രാസ്റ്റ് കൂടിയൊരു ചിത്രമാണെങ്കിൽ നമുക്ക് ഷാഡോസ്, ഹൈലൈറ്റ്സ് പരസ്പരം വേർതിരിച്ചറിയാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മൂന്നാമതായിട്ട് അബ്സല്യൂട്ട് വൈറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന റെഫറൻസ് ചിത്രം എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം ഒരു ലൈറ്റ് സോഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആളുടെ സ്കിൻ അത്ര സ്വെറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര ഓയിലിയോ ഒക്കെ ആണെങ്കിൽ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ഒരു ലൈറ്റ് അതിലൊരു പോയിൻ്റൊക്കെ ആയിട്ടോ ഒരു ലൈനായിട്ടോ ഒക്കെ അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ മാത്രമായിട്ടൊരു വെള്ള വരയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ പൊതുവേ ആ ഒരു പാർട്ട് ഒഴിവാക്കി വിടലൊക്കെയാണ് ചെയ്യാറുള്ളത്. ആ ഒരു പാർട്ട്, അതായത് ലൈറ്റ് സോഴ്സ് റിഫ്ലക്റ്റ് ചെയ്ത് പ്യുവർ വൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു പാർട്ടിനെയാണ് ഞാൻ അബ്സല്യൂട്ട് വൈറ്റ് എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഞാൻ നേരത്തെ അബ്സല്യൂട്ട് ബ്ലാക്കാന്ന് പറഞ്ഞില്ലേ, അതിനൊരു ലൈഫ് തരിക, അതിലൊരു ചെറിയ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഡോട്ടായിട്ട് അബ്സല്യൂട്ട് വൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അബ്സല്യൂട്ട് വൈറ്റ്സ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എൻ്റയർലി ഹൈലൈറ്റ്സ് മാനേജ് ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പെൻസിൽസ് ആണെങ്കിൽ തന്നെ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽസിന് ഈ അബ്സല്യൂട്ട് വൈറ്റോ ബ്ലാക്കോ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അറിയാലോ, അതിൻ്റെ എക്സ്ട്രീം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരൽപ്പം ഗ്രേയിഷ് ആണ്. അതേസമയം എക്സ്ട്രീം വൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒഴിവാക്കി വിടലാണ്. എന്നിരുന്നാലും അതിനുവേണ്ടി നമുക്ക് എക്സ്ട്രാ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഹൈലൈറ്റിംഗ് പെൻസോ അങ്ങനത്തെ എന്തെങ്കിലും വേറെ യൂസ് ചെയ്യേണ്ടി വരും. അതിൽ ചാർക്കോൾ പോലത്തെ മീഡിയത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. സോ അബ്സല്യൂട്ട് ബ്ലാക്കും വൈറ്റും കൂടുതലായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ചാർക്കോൾ അല്ലെങ്കിൽ കളർ അങ്ങനത്തെ മീഡിയത്തിലേക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത്. അതേസമയം
അത് കുറവാണ്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള അബ്സല്യൂട്ട് ബ്ലാക്കോ വൈറ്റോ ആണെങ്കിൽ പെൻസിൽ വെച്ച് തന്നെ നമുക്ക് തുടരാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും തുടക്കക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എപ്പോഴും അവർ കോൺട്രാസ്റ്റ് കൂട്ടി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടിയിട്ട് അങ്ങ് വരയ്ക്കും അവരുടെ പെൻസിലോ അല്ലെങ്കിൽ കയ്യിലുള്ള സെറ്റോ അനുസരിച്ച്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കൊരു ഹൈപ്പർ റിയലിസ്റ്റിക്കോ ആയിട്ടുള്ള ചിത്രങ്ങളിലേക്ക് പരീക്ഷിക്കണം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നാണെങ്കിൽ എപ്പോഴും നമ്മുടെ റെഫറൻസ് ചിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാകത്തിന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും കോൺട്രാസ്റ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാതെ അതതിൻ്റെ കറക്റ്റ് അളവിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ റെഫറൻസ് പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് 2 കാറ്റഗറി ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ്. അതിപ്പോൾ നമ്മുടെ ഫോട്ടോസ് ആയിരിക്കാം, നമ്മുടെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും തന്ന ഓർഡർ അനുസരിച്ചുള്ള ഫോട്ടോസോ, ഇനി അതുമല്ല ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ഒരു ഫോട്ടോസൊക്കെ ആയിരിക്കാം. ഈ ഒരു കാറ്റഗറിയാണ് പൊതുവേ ഞാൻ ഡിഫിക്കൽട്ട് കാറ്റഗറി എന്ന് മാർക്ക് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് സെലിബ്രിറ്റീസ് കാറ്റഗറിയാണ്. അതിപ്പോൾ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ സിനിമാ താരങ്ങളാവാം, സ്പോർട്സ് താരങ്ങളാവാം, നമുക്ക് പരിചയമുള്ള ഏതൊരു സെലിബ്രിറ്റി ആവാം. ഇപ്പോൾ സിനിമാ താരങ്ങളുടെ ആണെങ്കിൽ അവരുടെ മോഡലിംഗ് ഫോട്ടോസ് ആവാം, സിനിമാ പോസ്റ്ററുകളാവാം. ഇനിയിപ്പോൾ സ്പോർട്സ് താരങ്ങളാണെങ്കിൽ അവരുടെ ചിലപ്പോൾ കാൻഡിഡ് ഫോട്ടോസ് ആയിരിക്കാം, ഗ്രൗണ്ടിൽ നിന്നുള്ള കാൻഡിഡ് ഫോട്ടോസ്, അല്ലെങ്കിൽ അവർ തന്നെ മോഡലിംഗ് ചെയ്യാം. സോ ഇതിൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലമായിട്ട് കിടക്കുന്നതാണ്. അത് മാത്രമല്ല അത്യാവശ്യം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് എല്ലാം നല്ല ധാരാളമുള്ള ഫോട്ടോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിത്രങ്ങളാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ കൂടുതലുള്ള ഒരു മേഖലയായിരിക്കും, കുറച്ചും കൂടെ ഈസിയ മേഖലയായിരിക്കും. എന്നിരുന്നാലും ഈ സെലിബ്രിറ്റീസ് ഇപ്പോൾ ഒരു സെൽഫി എടുത്താൽ തന്നെ അത് അന്യായ ലുക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു പേഴ്സണൽ കാറ്റഗറിയിൽ നമുക്ക് എങ്ങനെ ഒന്നുകിൽ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയൊക്കെ ഫോട്ടോസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ഫോട്ടോ എടുത്ത് നമ്മളത് വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് സോഴ്സ് നമ്മുടെ മുമ്പിലാണെന്ന് ഉറപ്പ് വരുത്തുക. അതായത് നമ്മുടെ ബാക്കിലാണ് ലൈറ്റ് സോഴ്സ് എങ്കിൽ, നമ്മുടെ സൈഡിലൊന്നും ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ബാക്കിലാണ് ലൈറ്റ് സോഴ്സ് എങ്കിൽ നമ്മുടെ ഫേസ് ഫുള്ള് ഷാഡോയിഷ് ആയിരിക്കും. അത് അത്രയും ഷാഡോ വരുമ്പോൾ നമ്മളത് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഫേസ് ലുക്സ് അഗ്ലി. അതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നോർമൽ ഡേ ലൈറ്റുള്ള ഒരു ഫോട്ടോ എടുക്കുക. നമ്മൾ മാക്സിമം എവിടെ നിന്നാണോ ലൈറ്റ് കൂടുതൽ നമ്മുടെ മുഖത്തേക്ക് കിട്ടുക ആ രീതിയിലുള്ളൊരു ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ഒക്കെ ഉള്ള രീതിയിലുള്ളൊരു ചിത്രമായിരിക്കും നമുക്ക് കിട്ടുക. നാച്ചുറലി നല്ല കോൺട്രാസ്റ്റ് ഉള്ളൊരു ചിത്രം നമുക്ക് കിട്ടും. ഇനി അതേസമയം കളർ വരയ്ക്കുന്നവർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാച്ചുറേറ്റഡ് ആയ, കാണാൻ അത്യാവശ്യം കളേഴ്സ് എല്ലാം ഉള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതാണ്. ഇത്തിരി ഡള്ളായിട്ടുള്ള തരത്തിലുള്ള ഒരു ചിത്രമാണെങ്കിൽ നിങ്ങൾക്കതനുസരിച്ച് ബുദ്ധിമുട്ട് തോന്നും. രണ്ടാമതായിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തു തരുന്ന ആളുടെ കയ്യിലെ വിറയൽ കാരണം ഒരു മോഷൻ ബ്ലർ ഒന്നും വീണിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ നന്നായിട്ടൊന്ന് സൂം ചെയ്ത് ശരിക്കും ഒന്ന് വിശകലനം ചെയ്യുക. മൂന്നാമതായിട്ട് തുടക്കക്കാർ മാത്രം ഫോളോ ചെയ്താൽ മതി ഈ ഒരു മെത്തേഡ്. അതായത് തല ഈ ഒരു പ്ലെയിനിൽ മാത്രമുള്ള തരത്തിലുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് തല ഇങ്ങനെ മുകളിലോട്ടോ താഴോട്ടോ നോക്കി നിൽക്കാതെ പരമാവധി ഒരു വശത്തേക്കോ സൈഡിലേക്കോ നേരെയോ മാത്രം നോക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുക. അതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടോവിനോയുടെ ചിത്രം വരച്ചല്ലോ. അപ്പോൾ നമ്മൾ ഫേസിനകത്ത് കണ്ണും മൂക്കും വായും എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണ്, മുടിക്ക് നമ്മൾ എത്ര അളവിടും, ഇങ്ങനത്തതിനെ പറ്റി നമുക്കൊരു ഏകദേശ ധാരണ കിട്ടി. നമ്മൾ പ്രോക്സി വരച്ചപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ബോക്സ് വരച്ചതൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ പ്രോക്സി വരെ മാറ്റി വരച്ചു. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുക. ഒരു ഫേസിലെ പ്ലേസ്മെൻറ്റ്സ്, കണ്ണും മൂക്കും വായും എല്ലാം ഉള്ള പ്ലേസ്മെൻറ്റ്സ് നമ്മൾ പഠിക്കുക. അതായത് നേരെ നോക്കുന്ന, ചുണ്ടും വായും ഒന്നും അനക്കാതെ വളരെ കാമായിട്ടുള്ള ഫേസസ് തന്നെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കൊരു അഡ്വാൻസ്ഡ് ലേണിംഗ് എന്ന രീതിയിൽ തല താഴോട്ടും മുകളിലോട്ടും സൈഡിലോട്ടും എല്ലാം അങ്ങനെ നോക്കി നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം നമുക്ക് എടുക്കാം. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻസ് ഉള്ള മുഖങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാം. 4 എന്നത് തുടക്കക്കാർക്ക്, എസ്പെഷ്യലി തുടക്കക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു മെത്തേഡാണ്. അതായത് നിങ്ങൾ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ പല്ല് കാണിച്ച് ചിരിക്കുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കണ്ണാണ് ഏറ്റവും ടഫായിട്ടുള്ള പാർട്ടെന്ന്. അതുകൊണ്ട് തന്നെ കണ്ണ് വരയ്ക്കുന്നതിൽ അല്ലെങ്കിൽ അത് മാത്രം മോഡലായിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ നിരവധിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും ടഫ് പാർട്ടുകളിലൊന്നാണ് പല്ല്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല്ലെന്ന് പറയുന്നത് ഹൈലൈറ്റ്സിൻ്റെയും വൈറ്റ്സിൻ്റെയൊക്കെ ഒരു മേളയാണ്. ഒരു വരയ്ക്കുന്ന ആൾ അല്ലെങ്കിൽ സ്റ്റാർട്ടർ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഷാഡോസിലാണ്. അപ്പോൾ അയാൾ ഷാഡോസ് മാസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഷാഡോസ് തൻ്റെ കൈക്ക് വഴങ്ങുമ്പോഴാണല്ലോ ഹൈലൈറ്റ്സിലേക്ക് കയറുക. ഈ ഒരു കേരളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും ടഫ് തോന്നുന്ന ഒരു ചിത്രമായിരിക്കും ഈ ഒരു പാർട്ടിൽ. ഇപ്പോൾ പല്ലിൻ്റെ ഭാഗത്ത് ഒരല്പം ഡാർക്ക്നെസ് കൂടി പോവുക, വിടവിൻ്റെ ഭാഗത്ത് നമ്മുടെ പെൻസിലിൽ ഒരല്പം കട്ടി കൂടിപ്പോയി, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു വിടവായിരിക്കും അവിടെ കിട്ടുക. അത് നമുക്ക് മായ്ച്ചാൽ ശരിയാവില്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചിത്രം ചിലപ്പോൾ റൂയിനായി പോയതായിരിക്കും. നമ്മൾ വരച്ചു കൊടുത്ത നമ്മുടെ ക്ലയൻറ്റ് അയാളെ ഇൻസൾട്ട് ചെയ്ത രീതിയിലായിരിക്കും ആ ഒരു ചിത്രം കാണുമ്പോൾ തോന്നുക. സോ ബെസ്റ്റ് തിങ് ആദ്യമൊക്കെ വരച്ചു തുടങ്ങുമ്പോൾ പല്ല് കാണിച്ച് തിരിക്കാത്ത ചിത്രങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് വരയ്ക്കുക. പിന്നെ എന്തായാലും പല്ലെങ്ങനെ വരയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. 5-ാമതായിട്ട് ഒരുപാട് പേര് ചേരുന്നൊരു
പരിപാടിയാണ് ഒഴിവാക്കൽ. അതായത് ഇപ്പം നമ്മുടെ ചിത്രത്തിലുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എലമെൻസൊക്കെ ഉണ്ടാവും, അത് മടി കാരണം ഒഴിവാക്കി വിടുന്ന പരിപാടി. ഉദാഹരണത്തിന് ഇപ്പോൾ ചിലപ്പോൾ ഷർട്ടിലുള്ള വല്ല ഡിസൈൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഫേസിലുള്ള ചെറിയ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ആയിരിക്കാം. ഇതൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു യുണീക്നെസ് അവിടെ അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോൾ എനിക്ക് ഒരു തവണ ഞാൻ ചെയ്ത ഒരു ഒഴിവാക്കൽ എന്താണെന്ന് വെച്ചാൽ ഷർട്ടിൻ്റെ ബട്ടൺ ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. ദ പിക്ചർ വാസ് ലുക്കിംഗ് റിയലി വിയേർഡ്. അതേസമയം ഇപ്പോൾ മുഖത്തുള്ള പിമ്പിൾ പോലെയുള്ള ടെമ്പററി മാർക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല നോയ്സ് വല്ലതുമാണ് കയറി വന്നിരിക്കുന്നതെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. അത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഔചിത്യം അനുസരിച്ച് നമുക്കത് ഒഴിവാക്കാം. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ക്ലയൻറ്റ് ആരാണോ നമുക്ക് ആ ഫോട്ടോ തന്നത് അയാൾ അതിനനുസരിച്ച് കൺഫേം ചെയ്യുക. അതേസമയം സിനിമാ താരങ്ങളെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നോയ്സ് പോലത്തെ സാധനങ്ങൾ ഒഴിവാക്കിയാലും മാക്സിമം ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഒന്നും ഒഴിവാക്കാതെ നമ്മൾ ആ ഒരു റെഫറൻസിനോട് ട്രൂ ആയിട്ട് തന്നെ ഇരിക്കുക. ആറാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കരുത്. പ്രധാനമായിട്ടും ആണുങ്ങളുടെ കാര്യത്തിൽ താടി. അതായത് പലർക്കും താടി വളരുന്ന രീതി തന്നെ പലതായിരിക്കും. ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന, എനിക്കൊക്കെ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന തരം താടിയാണ്. സോ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. നമ്മുടെ ചിത്രത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വരയ്ക്കാൻ നോക്കുക. ഏഴാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ആളുകളുള്ള ചിത്രങ്ങൾ അതായിരിക്കും പലരും എടുക്കുന്നത് റെഫറൻസിന്. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരാളെ മാത്രമായിട്ട് ക്രോപ്പ് ചെയ്ത് വരയ്ക്കും. അത് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ക്യാമറയ്ക്കും ഇപ്പോൾ ഒരു ഡെപ്ത് എഫക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ 1-2 ആളുകളെ മാത്രമായിരിക്കും കറക്റ്റായിട്ട് ആ ഒരു ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ 2-ലേറെ ആളുകളുള്ള ചിത്രങ്ങളിനകത്തുനിന്ന് ഒരാളെ മാത്രം ക്രോപ്പ് ചെയ്താൽ ആൾ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഏറ്റവും നല്ലത് തുടക്കക്കാർ ഒരാൾ മാത്രമുള്ള ചിത്രം തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ പോർട്രേറ്റ് മാത്രം എടുത്ത് വരയ്ക്കുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അത് നമുക്ക് അതനുസരിച്ച് പഠിക്കാം. അവസാനമായിട്ട് നമ്മുടെ ഈ സാധാരണ ചിത്രങ്ങളെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിപ്പോൾ അത്യാവശ്യം ഫോട്ടോഷോപ്പൊക്കെ അറിയാവുന്നവർക്ക് ഇത് വളരെ നിസ്സാരമാണെന്നറിയാം. അതേപോലെ പലരും നല്ലൊരു റെഫറൻസ് ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് ആശ്രയിക്കുന്ന ഒരു ആപ്പാണ് റെമിനി. റെമിനി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടക്കാലത്ത് ഭയങ്കരമായിട്ട് പോപ്പുലറായ ഒരു ആപ്പാണ്. ഈവൻ ട്രോൾ ഉണ്ടാക്കുന്നതിൽ വരെ ആളുകൾ റെമിനി ഉപയോഗിച്ചിട്ടാണ് മീംസ് ഉണ്ടാക്കുന്നത്. സോ ദ തിങ് ഇസ്, റെമിനി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് വളരെ ഉപകാരമായിട്ടുള്ളൊരു ആപ്പാണ്. അതായത് ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള ഒരു പോർട്രേറ്റിലൊക്കെ ഞാൻ നല്ല എഫിഷ്യൻസി കണ്ടിട്ടുണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ പീപ്പിൾ, ഒരുപാട് ആളുകളുള്ള ചിത്രങ്ങളൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ വർക്ക് എടുക്കേണ്ടി വരും. അതായത് ഓരോ ഫേസും സെപ്പറേറ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്യേണ്ടി വരും. അതിനുശേഷം റെമിനിയിലിട്ട് എൻഹാൻസ് ചെയ്ത ശേഷം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കയറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചിത്രം ഇപ്പോൾ റെമിനിയിലിട്ട് ചെയ്ത് നോക്കിയിട്ട് നന്നായാൽ അത് തന്നെ യൂസ് ചെയ്യാം, നന്നായില്ലെങ്കിൽ അത് എക്സ്ട്രാ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റെമിനി മാത്രമൊന്നും പോരാ. അല്ലെങ്കിൽ റെമിനി യൂസ് ചെയ്യുന്നതിനേക്കാളും ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം പോലെയുള്ള പ്രോ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അതിനെ എൻഹാൻസ് ചെയ്യാൻ പഠിക്കുന്നതാണ് നല്ലത്. അതെന്തായാലും ഞാനൊരു സെപ്പറേറ്റ് എപ്പിസോഡിൽ ഞാൻ പഠിപ്പിച്ച് തരാം. ലൈറ്റ് റൂം, ഞാൻ ഫോട്ടോഷോപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തായാലും ലൈറ്റ് റൂം ടെക്നിക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് നമുക്കൊരു ഫോട്ടോ എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. ഒരു സാധാരണ ഫോട്ടോ, അതേപോലെ തന്നെ കളറൈസിങ് മെത്തേഡ്സൊക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതൊക്കെ അത്യാവശ്യം കളർ ചെയ്ത് ചിത്രം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഈ ഫോട്ടോഷോപ്പിലിട്ടത് കളറൈസ് ചെയ്ത ശേഷം നമുക്ക് ഒറിജിനൽ റെഫറൻസ് നോക്കി അത് നോക്കി വരച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തെറ്റൊന്നും പറ്റാതിരിക്കും. ഇനി നമ്മൾ സെലിബ്രിറ്റീസിനെ വരയ്ക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ സാധാരണ പേഴ്സണൽ ചിത്രങ്ങളായാലും രണ്ടിനും ബാധകമായിട്ടുള്ള ഏതാനും കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് നമുക്ക് തുടരാം. നമ്മുടെ ചിത്രം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ പെൻസിൽ ഡ്രോയിങ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നതെന്ന് വെച്ചാൽ പലതരം ആപ്പുകൾ നമ്മൾ ആശ്രയിക്കും. ചിലർ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് തന്നെ ഇങ്ങനത്തെ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡുകളെ ആശ്രയിച്ചെന്നിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പിക്സാർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്താൽ തന്നെ അതിലൊരു 10,000 മോഡോളം ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഉണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പല മോഡുകൾ. ചിലപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ ഇതിന് ഈ സ്റ്റെൻസിൽ ആർട്ടിന് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റൈലായിരിക്കാം ചിലപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അതിനകത്തെ ഒരു സാച്ചുറേഷൻ എന്ന് പറയുന്നത് 0 ആക്കിയാൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടും. അതും പെർഫെക്റ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിനകത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ്, ആ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും ഒന്നുകൊണ്ട് ഒരു കുറച്ചും കൂടി ഹൈലി ഡീറ്റെയിൽഡ് ആണ്. മാത്രമല്ല കുറച്ചും കൂടെ പ്രിസൈസ് ആണ്. അപ്പോൾ അങ്ങനത്തെ മോഡ്സ് വല്ലത് യൂസ് ചെയ്യാൻ മാക്സിമം നോക്കുക. എന്നിരുന്നാലും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഒന്നും യൂസ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിനകത്തുള്ള സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് അത് 0 ആക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ് കിട്ടും. ഇനി അതേപോലെ വളരെ സീരിയസ് ഇഷ്യൂ ആണ് ആർട്ടിസ്റ്റ് ഐ ഡോണ്ട് നോ ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് റിയലി കോൾഡ്. പക്ഷേ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഒരുപാട് നേരം നമ്മൾ വരച്ച ചിത്രത്തിലും നമ്മുടെ റെഫറൻസ് ചിത്രത്തിലും നമ്മളിങ്ങനെ മാറി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കി
നമുക്ക് അവസാനം ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല, എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയതെന്ന്. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒരുപാട് പേര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വരെ അവിടെ നിർത്തി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഒരു ഫ്രഷ് ഐസോടെ വീട്ടിൽ തിരിച്ചു വരലാണ്. ദാറ്റ് വുഡ് ബി എ ഗുഡ് ആൻസർ. അതേപോലെ വേറെ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടാമതായിട്ട് വേറൊരാളെ വിളിച്ചുകൊണ്ട് വരും, എന്നിട്ട് വന്നിട്ട് ഇത് കാണാൻ പറഞ്ഞിട്ട് ഇതിലെന്താ പ്രശ്നം നോക്കി അതനുസരിച്ച് അയാളുടെ ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമ്മൾ തീരുമാനിക്കും. പക്ഷേ ചിലപ്പോൾ ഈ രണ്ടാമത് വന്ന ആൾ പറഞ്ഞു തരുന്നത് തെറ്റാണെങ്കിൽ നമ്മുടെ ചിത്രം നമുക്ക് ഒന്നുകൂടെ നമ്മൾ മായ്ച്ച് വരച്ചാകെ കൊളായെന്നിരിക്കും. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മളിതിനെ കുറച്ച് പ്രൊഫഷണലായിട്ട് സമീപിക്കുന്നതാണ്. ലെയേഴ്സ് സംവിധാനമുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർസ് എടുത്തിട്ട് ഒന്നാമത്തെ ലെയറായിട്ട് നമ്മുടെ റെഫറൻസ് ചിത്രവും രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ വരച്ച ആ ഒരു ചിത്രവും കൂടെ വെക്കുക. അപ്പോൾ വരച്ച ചിത്രം നമ്മൾ നീറ്റായിട്ട് ക്രോപ്പ് ചെയ്യണം, എന്നിട്ട് അതിനെ പെർസ്പെക്റ്റീവ് എല്ലാം ചെയ്ത് നമ്മൾ കറക്റ്റാക്കി ഈ ചിത്രം അനുസരിച്ച് വെക്കണം. അതിനാണ് ഞാൻ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ എന്തിനാണ് മാർജിൻ വരയ്ക്കുന്നതെന്ന് പറഞ്ഞത്. നമ്മൾ കറക്റ്റായിട്ട് മാർജിൻ ഇടുന്നതും റേഷ്യോ വലിക്കുന്നതെല്ലാം ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടിയും കുറച്ചും, അതായത് ഈ ഓവർലേ ചെയ്ത 2 ലെയറും കൂടെ ചേർത്ത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് എവിടെയാണ് ഈ എറർ പറ്റിയതെന്ന്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് എപ്പിസോഡ് 1 ഇത് മുഴുവൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് ഡൗട്ട്സ് വാച്ച് ഇറ്റ്. അപ്പോൾ നമുക്കിനി എങ്ങനെ സെലിബ്രിറ്റി ഫോട്ടോസ് കിട്ടുമെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഒരു ട്രസ്റ്റ് ചെയ്യുന്നത് ഗൂഗിളിനെയാണ്. അതായത് ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ഇമേജസിൽ പോവും, എന്നിട്ട് ഇമേജസിനകത്ത് സെർച്ച് കൊടുക്കും. ആ സെർച്ചിനകത്ത് നിന്ന് കിട്ടുന്ന ഇമേജസിനെ ടൂൾസ് ഉപയോഗിക്കും. പിന്നെ സൈസ് എന്നതിനകത്ത് പോയിട്ട് ലാർജ് എന്ന് തന്നെ കൊടുക്കും. അപ്പോൾ ഒരു 700x700 മുകളിലോട്ടുള്ള എല്ലാ ഇമേജസും ലാർജായിട്ട് തന്നെയായിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി അതേസമയം നമ്മളിപ്പോൾ ആ ഗൂഗിൾ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ പിക്ചർ അതെപ്പോഴും ഒറിജിനൽ ക്വാളിറ്റി ആവണമെന്നില്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഒറിജിനൽ ക്വാളിറ്റിയുള്ള ചിത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത് മതിയോ? ഈസ് ഇറ്റ് റിയലി ഇനഫ്? കാരണം നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഒരു ചിത്രം കിട്ടിയാലേ നമുക്കത് സൂം ചെയ്ത് വലുതാക്കി അതിനകത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ കിട്ടാനായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1000x1500 ഡയമെൻഷൻ നമുക്ക് വേണം. അതിനായിട്ട് നമ്മൾ ഇത്രയും കാലം നമ്മളിപ്പോൾ ഗൂഗിളിനെ ആശ്രയിച്ച് ചിലപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ചിത്രം കിട്ടണമെന്നില്ല. അതേസമയം ഗൂഗിൾ പണ്ട് ലാർജർ ദാൻ എന്നൊരു ഓപ്ഷൻ സെർച്ച് ടൂൾസിൽ, ഇമേജ് സെർച്ച് ടൂൾസിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാർജർ ദാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഗൂഗിൾ എടുത്തു കളഞ്ഞു. കാരണം ഒബ്വിയസ്ലി കോപ്പിറൈറ്റ് ഇഷ്യൂസ് മറ്റതെല്ലാം ഒരുപാട് വന്നിട്ടുണ്ട്. വ്യൂ ഇമേജ് ഓപ്ഷനും ഗൂഗിൾ എടുത്തു കളഞ്ഞു. ആ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ bing.com പോലെയുള്ള മറ്റ് സെർച്ച് എഞ്ചിനുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലുണ്ട് ലാർജർ ദാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതേപോലെ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് കിട്ടാൻ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ്, അവരിടുന്ന ഫോട്ടോസും മറ്റുമെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കും. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തേർഡ് പാർട്ടി ആപ്സ് ഉപയോഗിച്ചൊക്കെ മറ്റും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യും. ഈ രണ്ടാമത് പറഞ്ഞ സാധനം അത്ര റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യമല്ല. എന്നിരുന്നാലും ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അത് പോരല്ലോ, അതൊരു വളരെ ക്വാളിറ്റി കുറഞ്ഞ ഇമേജ് ആയിരിക്കും. പക്ഷേ ആ ഒരു ഇമേജ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി ഗൂഗിളിലിട്ട് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ബിങ്കിലിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ചിത്രം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഇനിയിപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ചിത്രം കിട്ടാനാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് മാനേജ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതിൽ തന്നെ ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തുറന്നു നോക്കിയാൽ മിക്കവാറും അവർക്ക് അവരുടെ നോക്കി വരയ്ക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോഷൂട്ട്സോ അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്തതിൻ്റെ പിക്ചേഴ്സോ എല്ലാം കിട്ടും. ഇനി അതും അല്ലെങ്കിൽ ഉള്ളൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സിനിമ റിലേറ്റഡ് അല്ലെങ്കിൽ സിനിമ ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അത് ഇഷ്ടംപോലെയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ എണ്ണിയെടുക്കാൻ പോലും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അത്രയോളം വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റ്സ് തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിനകത്തുള്ള ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റ്സ് കണ്ടുപിടിച്ചിടുക. അതേസമയം നിങ്ങൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റ്സ് കമൻറ്റിൽ ആഡ് ചെയ്യുക. മാക്സിമം പേർക്ക് അത് ഹെൽപ്ഫുൾ ആവട്ടെ. നമ്മൾ നേരത്തെ നമ്മുടെ ഒരു റെഫറൻസ് എന്ന് പറയുന്നതിന് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തല്ലോ, ഈസി ആൻഡ് ഹാർഡ് എന്ന്. അതിന് ഫർദറായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു പൂർണ്ണമായിട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾക്ക് വരച്ച് തുടങ്ങാനായിട്ട് നിങ്ങൾ അധികം ഫേസസ് ഒന്നും വരച്ചിട്ടില്ല, നിങ്ങൾ തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോൾ നമുക്ക് ആർക്കും മാറിപ്പോവാത്ത, അതായത് കാണുമ്പോൾ ഇത് വേറൊരു സെലിബ്രിറ്റി ആയേക്കൊന്നും തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഇല്ലാത്ത തരം ഒരു സെലിബ്രിറ്റീനെ തിരഞ്ഞെടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ മോഹൻലാലിനെ വരച്ചതിനകത്ത് ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അനു മേനോനോ ഇടവേള ബാബു ആയി പോകും. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിന് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു തലക്കെട്ടോടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും വന്ന് ഭയങ്കര ടീസ് ചെയ്തിട്ട് പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മളെപ്പോഴും അങ്ങനത്തെ തരം ആൾക്കാരെ എടുക്കും. ഇപ്പോൾ ബാഹുബലിനെ വരച്ച അത്യാവശ്യം തെറ്റൊക്കെ വന്നാലും കാണുമ്പോൾ മനസ്സിലായിക്കോളും ബാഹുബലിയാണെന്ന്. കട്ടപ്പ അല്ലെങ്കിൽ ജാക്ക് സ്പാരോ ഇങ്ങനെയൊക്കെയുള്ളവർ വരയ്ക്കുമ്പോൾ മാറിപ്പോയത് വേറൊരാളിലേക്ക് എത്തൂല. ഇപ്പോൾ ബാബു ആന്റണി, മലയാളത്തിൽ ബാബു ആന്റണീനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റൈൽ ആ ഒരു ഇതിലുണ്ടായിരുന്ന വേറൊരാളില്ല. അപ്പോൾ അങ്ങനത്തെ റെഫറൻസ് ഇമേജസ് തിരഞ്ഞെടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഒരു തുടക്കക്കാർ, അതായത് ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരാൾ വരച്ച ചിത്രം നോക്കിയിട്ട് മാത്രമായിട്ട് വരച്ചെടുക്കുക എന്നുള്ളത്. അതായത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ
നമ്മൾ ആ ഒരു അവരുടെ ഷെയ്ഡിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ അതേപടി റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ബുക്സ് വാങ്ങിയാൽ തന്നെ അതിൽ അങ്ങനെ തന്നെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ എപ്പോഴും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ടെക്നിക്കിനേക്കാൾ അപ്പുറം നമ്മൾ അതിൻ്റെ ഒരു റിയൽ ചിത്രം, അതായത് ആ ഒരു ചിത്രകാരൻ ഏത് ചിത്രം നോക്കിയിട്ടാണോ വരച്ചിട്ടുണ്ടാവുക അതുകൂടെ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സാധനം കൂടെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കുറച്ചും കൂടെയും എഫിഷ്യൻസി കൂടും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവും. ഒരു ചിത്രം കാണുമ്പോൾ ഇത് എങ്ങനെ നന്നാവും അല്ലെങ്കിൽ എങ്ങനെയാണിതൊരു ആർട്ട് ആവുക എന്നുള്ളതിന്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിലേക്ക് ഇൻപുട്ട് ഇടാൻ പറ്റും. മാത്രമല്ല ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയെന്നൊക്കെ ഇരിക്കും. ഈ തെറ്റുകളൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചേരാതെ വരും. ഈ ഒരു തെറ്റെല്ലാം ഉണ്ടാവുന്നത് ആക്ച്വലി നമ്മുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷൻ അത് നന്നായിട്ട് വളർത്താൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ എപ്പോഴും ഒറിജിനൽ ചിത്രം എപ്പോഴും കൈ കരുതുക. രണ്ടാമതായിട്ട് ഇപ്പോൾ നിങ്ങളൊരു അല്പം കൂടി ഒരു മോഡറേറ്റ് ലെവലിലേക്ക് എത്തിയെന്നാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സെലിബ്രിറ്റി പിക്ചേഴ്സിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസിനെ വരയ്ക്കുമ്പോൾ കൂടുതൽ ഫാൻ പേജുകൾ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല കുറച്ച് ഷെയറുകൾ കിട്ടും. ഇതിൻ്റെ ഫാൻസൊക്കെ ആയിട്ടുള്ള ആളുകൾ വന്ന് സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും. മാത്രമല്ല നമ്മൾ വരയ്ക്കുന്നത് ഇന്ന ആളെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് കൂടെ കിട്ടും. മൂന്നാമത്തെ ലെവലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈനും ഫേസും എല്ലാം ചെയ്യാൻ അറിയാം. നിങ്ങളൊരു ആവറേജ് ഒരു സെമി പ്രോ എന്നൊക്കെ പറയുന്ന ഒരു ലെവലാണ്, നിങ്ങൾക്കെല്ലാം കംഫർട്ടബിൾ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഈ സെലിബ്രിറ്റീസിനെ മാത്രം വരയ്ക്കാതെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളതുമായിട്ടുള്ള സാധാരണ ആൾക്കാരെ വരച്ചു തുടങ്ങാൻ നോക്കുക. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലതരത്തിൽ നമ്മൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, പല ആളുകളുടെ ചിത്രങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റെല്ലാം ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ആളുകളെ വരയ്ക്കാൻ നോക്കുക. അപ്പോഴെന്താ വെച്ചാൽ ഈ സാധാരണ ആൾക്കാരെ വരയ്ക്കുന്നത് കാണുമ്പോൾ കൂടുതൽ പേര് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു സെലിബ്രിറ്റീസിനെ മാത്രം വരയ്ക്കാനുള്ള ഒരു ക്വാളിറ്റി അല്ല ഉള്ളേ എന്നൊരു തിരിച്ചറിവ് കൂടെ അവിടെ വരും. ഇനി നാലാമതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഒരു പ്രോയായി. ഇനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചിത്രം കിട്ടിയാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഇനി ക്വാളിറ്റി കുറഞ്ഞ ഇമേജസ് നോക്കാതെ നല്ല ക്വാളിറ്റി കൂടി ഇമേജസ് എടുക്കുക. അതായത് ഇപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുഖത്തൂടെ തേനൊഴുകുന്ന അല്ലെങ്കിൽ വെറ്റ് ഫേസ്, ചിലപ്പോൾ നനഞ്ഞ് നിൽക്കുന്ന ചിത്രങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ ചിലരുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, ചിലപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ചിലപ്പോൾ സിനിമ പോസ്റ്ററുകൾ തന്നെ ആയിരിക്കും നല്ല ഹൈ ക്വാളിറ്റി ഹൈ റെസൊല്യൂഷനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ടൈപ്പ് ചിത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. എന്നുവെച്ചാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും നന്നായി ഹൈലൈറ്റ് ഷാഡോസ് എല്ലാം കിട്ടുന്ന സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനത്തെ ചിത്രങ്ങൾ നിങ്ങൾ കൂടുതൽ വരച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടുക. ഒരു ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അത് രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഒന്നുകിൽ അത് ക്രിയേറ്റീവ് ആർട്ട് വർക്ക് ആയിരിക്കും, അതായത് നമ്മുടെ കലാകാരൻ അയാളുടെ സ്വന്തമായിട്ടുള്ള ക്രിയേഷൻ ആയിട്ടായിരിക്കും കൂടുതലായിട്ടും ചെയ്തത്. രണ്ടാമത്തെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആർട്ട് വർക്ക് ആയിരിക്കും. അപ്പോൾ ഈ റിയലിസ്റ്റിക് ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും എപ്പോഴും ഒരു റെഫറൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു എൻ്റയർ എപ്പിസോഡ്സിൽ ഒരു സെറ്റ് ഓഫ് എപ്പിസോഡ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ട് വർക്ക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ കാരിക്കേച്ചർ പോലെ നമ്മൾ ടോട്ടലി ക്രിയേറ്റീവ് ആയിട്ടുള്ളതിനെ പറ്റി പിന്നാലെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ റിയലിസ്റ്റിക് ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്സ് മാത്രം ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പോയിട്ട് നിങ്ങളുടെ റിയലിസ്റ്റിക് ആർട്ട് വർക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ഒരു ഡ്രോയിങ് ഗ്രൂപ്പിലോ മറ്റോ ഒക്കെ പോയിട്ട് നിങ്ങളുടെ പിക്ചർ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ലൈക്ക് റിയാക്ഷൻ അതൊക്കെ ഭയങ്കര കുറവായിരിക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് അടിസ്ഥാനം അതായിരിക്കും. ചിലപ്പോൾ അവർ ഈ ക്രിയേറ്റീവ് സ്റ്റഫിനെ ചിലപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരായിരിക്കില്ല. ചിലർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റഫിനെ മാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കുന്നത്. സോ അത് തിരിച്ചറിയപ്പോഴും നോ യുവർ ഓഡിയൻസ്. ഞാൻ ഈ വര എന്നത് തുടങ്ങിയ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ എന്നെ അലട്ടിയ പ്രശ്നമായിരുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉള്ളത്. നല്ലൊരു മോഡൽ കിട്ടാൻ, നന്നായിട്ട് തിരിച്ചറിയാൻ എല്ലാം വെച്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നന്നായിട്ട് നിങ്ങൾ വരയ്ക്കുമെന്നും, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്കിൽസ് എല്ലാം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കും. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട് ഒരുപാട് പേര് എനിക്ക് വരച്ച ചിത്രങ്ങൾ, അത് ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങൾ, അവരുടെ സജഷൻസ് എല്ലാം പറഞ്ഞു തന്നു. താങ്ക് യു ഓൾ. ഇതെല്ലാം വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു തന്നത്. ഞാൻ ഈ നടത്തുന്ന ഈ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ്സ് ഇനി ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു എപ്പിസോഡും മിസ് ചെയ്യാതെ കാണുക. അതിനായിട്ട് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ കൂടെയുള്ള ഒരു ബെൽ ഐക്കണിലൊരു യു ഹാവ് ഓൾ ബീൻ എ വെരി എക്സലന്റ് ഓഡിയൻസ്. താങ്ക് യു.